തിരുവനന്തപുരത്ത് നിന്നും അല്ലമീനാണ് നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഉടമകളുമായി ഇന്ന് മന്ത്രിതല ചർച്ച എന്നതാണ് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മുഴുവൻ സംഘടനാ ഭാരവാഹികളെയും യോഗത്തിന് ക്ഷണിച്ചുവെന്നാണ് മന്ത്രി പറയുന്നത്. ആവശ്യങ്ങളിൽ ഉറച്ച് നിൽക്കുകയാണ് സംഘടനകൾ. മന്ത്രിയുടെ നിലപാട് നിർണായകവുമാണ് ഈ വിഷയത്തിൽ. മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നതിനോടൊപ്പം തന്നെ ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. നമുക്കൊപ്പം അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശയക്കുഴപ്പം ഇന്ന് മാറുമോ, മഞ്ഞുരുകുമോ മോട്ടോർ വാഹന വകുപ്പും സ്കൂൾ അധികൃതരും തമ്മിലുള്ള ചേംബറിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ? എത്ര കണ്ടൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അരുൺകുമാർ. കാരണം ഈ വിവാദ സർക്കുലർ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യൂണിയനുകൾ. ഒരേ സ്വരമാണ് യൂണിയനുകൾക്ക്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് മന്ത്രിയും സർക്കാരും. സ്വാഭാവികമായും അത്തരത്തിൽ രണ്ടു കൂട്ടരും ഒരേ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏത് വിധത്തിലൊരു പരിഹാര ഫോർമുല രൂപപ്പെട്ടു വരുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും വിദേശത്ത് നിന്ന് മന്ത്രി ഇന്നലെയാണ് മടങ്ങിയെത്തിയത് സംസ്ഥാനത്ത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മുഴുവൻ സംഘടനകളുടെയും യോഗം വിളിച്ചിട്ടുമുണ്ട്. നേരിയ തോതിലുള്ള ഇളവുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അല്ലാതെ ഇരുകൂട്ടരും വിട്ടുവീഴ്ചയില്ലാതെ പ്രശ്നപരിഹാരം സാധ്യമല്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ഏതാണ്ട് 2 ആഴ്ചയോളമായി ടെസ്റ്റുകൾ നടക്കാതെ ആളുകൾ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഒരു പരിഹാര ഫോർമുല എന്നുള്ളത് പ്രധാനമാണ്. ഈ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച സർക്കുലർ അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് മന്ത്രിയും സർക്കാരുമൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. എന്ന് മാത്രമല്ല, സ്ലോട്ട് എടുത്ത ആളുകൾ പോലും പോലീസിന്റെ സുരക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ എത്താത്ത സാഹചര്യവും പലയിടങ്ങളിലുമുണ്ട്. ഏതായാലും ഏതു വിധത്തിൽ അത് പരിണമിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ തവണ CIT-യുമായി ചർച്ച നടത്തിയപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്കും ചില ഇളവുകൾക്കും മന്ത്രി തയ്യാറായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഇളവുകൾക്ക് ഇന്ന് മന്ത്രി തയ്യാറാകുമോ? ഇനി അങ്ങനെ വലിയ ഇളവുകൾ മന്ത്രിയിൽ നിന്നുണ്ടായില്ല എങ്കിൽ, ഒരു വിട്ടുവീഴ്ചയ്ക്ക് മന്ത്രി തയ്യാറായില്ല എങ്കിലും എന്തായിരിക്കും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തുടർ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. അപ്പം ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായി വന്നിട്ടുണ്ട്. അത് മന്ത്രിക്ക് ആയുധവുമാണ്. അതിൽ തൂങ്ങി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് മന്ത്രി ലക്ഷ്യമിക്കുന്നത്, സർക്കാർ ലക്ഷ്യമിക്കുന്നത്, വകുപ്പ് ലക്ഷ്യമിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ഇന്നത്തെ ചർച്ച ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും ഈ ദിവസങ്ങളിലും ഈ പറഞ്ഞതുപോലെ പ്രതിഷേധം തുടരുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ചർച്ചയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം ഏതു രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് മനസ്സിലാക്കാനാവുക. ഓക്കെ.